ഹലോ, എല്ലാ കൂട്ടുകാർക്കും അയാൻ ക്രിയേറ്റീവ് വേൾഡിലേക്ക് സ്വാഗതം. അപ്പം ഇന്നത്തെ വിശേഷം എന്താണെന്ന് വെച്ചാൽ, ഇതെന്താണെന്ന് എല്ലാവർക്കും അറിയുമോ? ഇപ്പോഴത്തെ കുട്ടികൾക്കൊന്നും അറിയൂലായിരിക്കും. പണ്ടത്തെ വല്യമ്മമാർക്കും ഉമ്മമാർക്കൊക്കെ അറിയുള്ളൂ. ഇതിൻ്റെ പേരാണ് വഷളച്ചപ്പ്. ഇത് ഉപ്പേരിയാക്കാൻ പറ്റുന്ന ഒരു ഇലയാണ്. അപ്പോൾ കുറച്ച് ഉപ്പേരിയാക്കാൻ വേണ്ടിയിട്ട് പറിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇതെൻ്റെ വീടിൻ്റെ മുന്നിലുള്ള പൂവാണ് കേട്ടോ, ചെമ്പരത്തി. അപ്പോൾ വെള്ള ചെമ്പരത്തി കണ്ടപ്പോൾ ഒരു കൗതുകം തോന്നി, അങ്ങനെ എടുത്തതാണ് ഈ വീഡിയോ കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു കാണാൻ വെള്ളച്ചെമ്പരത്തി. അപ്പോൾ ഈ വഷളച്ചപ്പ് ഒരു വഴുവഴുപ്പൊക്കെ ഉള്ള സാധനമാണ് കേട്ടോ. ഈ ചെമ്പരത്തീൻ്റെ ഇല പോലെയൊക്കെ ഒരു വഴുവഴുപ്പാണ്. എനിക്കൊന്നും വലിയ ഇഷ്ടമൊന്നുമില്ല ഉപ്പേരിയാക്കിയാലും. അപ്പോൾ ഇവിടെ വല്യമ്മക്കും ഉമ്മാക്കെല്ലാം ഉപ്പേരിയാക്കിയാൽ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇഷ്ടത്തിൻ്റെ മാത്രമല്ല, അതിനെന്തോ കുറേ പ്രത്യേകതയൊക്കെ ഉണ്ട്. വയറ്റിൽ പുണ്ണ് കരിഞ്ഞു പോകുന്നതിനൊക്കെ ബെറ്റർ സാധനമാണ് വഷളച്ചപ്പ്. അപ്പോൾ അത് ഉപ്പേരിയാക്കുമ്പോൾ നമ്മൾ ഉപ്പേരിയാക്കുന്നത് ഉള്ളിയും വെളുത്തുള്ളിയും തക്കാളി ചെറുതാക്കി അരിഞ്ഞിട്ട് എണ്ണയിലിട്ടിട്ട് വഴറ്റിയിട്ട് ചപ്പ് അതിലേക്ക് ഇട്ട് കൊടുക്കും. ഉപ്പ് ഇട്ടിട്ട് നല്ലോണം വേവിച്ച് കൊടുക്കുക. അത് കഴിക്കാൻ വലിയ ടേസ്റ്റൊന്നുമില്ല, ഒരു വഴുവഴുപ്പാണ്, നമുക്കൊന്നും ഇഷ്ടപ്പെടില്ല. ഞാൻ കഴിച്ചു നോക്കി, എനിക്ക് വലിയ ഇഷ്ടപ്പെട്ടിട്ടൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇന്ന് വഷളച്ചപ്പ് ഉപ്പേരിയാണ് ഇവിടെ. പിന്നെ ചക്കക്കുരു ഇതാ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. ചക്കക്കുരു മാങ്ങയും കൂടി വെക്കാമെന്ന് വിചാരിച്ചിട്ട് ഇന്ന് മീനൊന്നും കിട്ടിയിട്ടില്ല. അപ്പോൾ ചക്കക്കുരു മാങ്ങയും കൂടി കറിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ, പച്ചമാങ്ങ. അപ്പോൾ ഇവിടെ 2-3 ദിവസമായി ചക്കയെല്ലാം പറിച്ച് വെച്ചിട്ടുണ്ട്. കൂഴച്ചക്കയാണ് ഇട്ടത്. അപ്പോൾ പഴുത്തിട്ടുണ്ട്. അതുപോലെ വരിക്കയുണ്ട്, 2-3 വരിക്കയുണ്ട് കേട്ടോ. അപ്പോൾ വരിക്ക ഒരെണ്ണം പഴുത്തിട്ടുണ്ട്, ബാക്കി 2 പഴുത്തിട്ടൊന്നുമില്ല. അപ്പോൾ ഈ ചക്കയൊന്ന് നമുക്ക് മുറിച്ച് നോക്കാം കേട്ടോ. മധുരമുണ്ടോ ഇല്ലേന്നൊന്നും അറിയൂല. അപ്പോൾ കൂഴച്ചക്ക മുറിച്ച് നോക്കുന്നുണ്ട്. നല്ല പഴുത്തിട്ടുണ്ട് കേട്ടോ സംഭവം. കുറേ കുരുവീച്ച് എടുക്കാം, പിന്നെ നല്ലതാണെങ്കിൽ കഴിക്കാമെന്നൊക്കെ വിചാരിച്ചിട്ട് അങ്ങനെ മുറിച്ച് നോക്കിയതാണ്. പക്ഷെ നല്ല മധുരം ഉണ്ടായിരുന്നു കേട്ടോ. ചുളക്ക് നല്ല മധുരം ഉണ്ടായിരുന്നു. ചുള നല്ല പഴുത്തിട്ടുണ്ട്. നമുക്ക് ചക്ക അടയും ചക്കപ്പവും ഒക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല പഴുത്ത് അങ്ങനെ നല്ല ചക്കയായിരുന്നു. നല്ല കഴിച്ചു നോക്കുമ്പോൾ നല്ല മധുരം ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ചുളയെല്ലാം പറിച്ച് ഞങ്ങൾ അടയും അപ്പം ഒന്നും ഉണ്ടാക്കിയില്ല കേട്ടോ. സമയം ഉണ്ടായിട്ടില്ല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. കുറേ അപ്പുറത്തെ വീട്ടിലേക്കും അങ്ങനെ അയൽവാസികൾക്കൊക്കെ കുറേ കൊടുത്ത്, കുറേ നമുക്ക് വേണ്ടല്ലോ, വെറുതെ നാശാക്കി കളയണ്ടല്ലോ. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണണേ. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ വരാം.